ഞാനിപ്പോൾ ഈ രാത്രി ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. പക്ഷെ ഇന്ന് നിനക്ക് നല്ലപോലെ സംസാരിക്കാൻ അറിയാലടി. കാര്യമായിട്ട് എന്തോ തടഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ പറയണമെന്ന്. താത്തായ നമ്മൾ രണ്ടും ഒരു വയസ്സാണ്. ആരാ പറഞ്ഞ നിൻ്റെ അടുത്ത് ഞാൻ നിൻ്റെ താത്താണെന്നോ? നിനക്ക് എത്ര വയസ്സുണ്ട്? നിൻ്റെ അതേ പ്രായം തന്നെയാണ് ഞാൻ. ഒരു വയസ്സ് അങ്ങോട്ടും ഉണ്ടാവില്ല, ഒരു വയസ്സ് ഇങ്ങോട്ടുള്ളൂ. താത്തായ അതെങ്ങനെയാണ് നീ എന്നെ താത്താന്ന് വിളിക്കണം? അപ്പം നമുക്ക് ഓരോന്നോരോന്ന് നിരത്താം. താത്തായെ പറ്റി നാട്ടുകാർ പറയണം. ഇതാരെ പറ്റി എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ ഇല്ലേ, അത് തന്നെ. ആ വെങ്കു ഇരിപ്പുണ്ട് അടുത്ത്. വെങ്കുവിനെ കൂടെ ഇരുത്തിയാലേ തള്ളകി വർത്താനം വരുള്ളൂ. വെങ്കു അവിടെ വന്നിരിക്കും. അവളെന്ത് പറഞ്ഞല്ലോ യെസ് യെസ് റാൻമുളി അതങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാൻ എന്തായാലും നിനക്ക് മറുപടി തരണം. നീ അല്ലേ പറഞ്ഞത് ഞാനിപ്പോൾ മറുപടിയും കൊണ്ടുവരുമെന്ന്. ഞാൻ മറുപടിയും കൊണ്ടുവന്നു. എടി മറുപടി കേട്ടോ. എടി എൻ്റെ വീട്ടിൽ ഞാൻ ആ പെൺമക്കളെയാണ് വളർത്തുന്നതെങ്കിൽ അവിടെ കണക്കിൽ കൂടുതൽ ആമ്പിള്ളേരെ വീട്ടിൽ കുത്തിക്കയറ്റാറില്ല. അതിൽ ഒരുത്തനിക്ക് കെട്ടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബെഡ്റൂമിൽ കയറ്റി കിടക്കാനുള്ള പെർമിഷൻ ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കാറില്ല. അതുമാത്രവുമല്ല, ഒരുത്തനെ 8 വർഷം വെച്ച് അവൻ്റെ കയ്യിൽ നിന്ന് നക്കി തിന്നിട്ട് ആ ചെറുക്കനെ പറ്റിച്ചിട്ട് അവൻ്റെ വീട്ടുകാരെ പറ്റിച്ചിട്ട് മോള് വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പം അവന് ആ മോക്ക് വേണ്ടിയിട്ട് ഇറങ്ങി നിന്നിട്ടില്ല. തെളിവെച്ചാൽ ഞാൻ സംസാരിച്ചത് കേട്ടോ. എൻ്റെ ചാനൽ പൂട്ടാൻ പറയണം. പൂട്ടേണ്ടത് നിൻ്റെ ചാനലാണ്. ദ ടോക്സിക് ചാനൽ ഈസ് യുവേഴ്സ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു വിഷയം നീ എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിൻ്റെ അടുത്തൊന്നും പറയാൻ പോകില്ല. അപ്പോൾ വലിയ ആ വിഷയം നീ എടുക്കാത്തത് നന്നായി. കാരണം അത് നീ പറഞ്ഞാൽ ഒക്കത്തില്ല. പുഴ ഒക്കത്തില്ലടി, അത് പറഞ്ഞാൽ ഒക്കത്തില്ല. ബാക്കി ആർക്കും മറുപടി കൊടുത്തില്ല, ഞാൻ നിനക്ക് മറുപടി തരും. ഞാൻ ഒരു കമൻറ്റ് എഴുതിയിട്ടിട്ട് ഞാനിങ്ങ് പോകുന്നേനെ. മിക്കവാറും ഉള്ളവർക്കൊക്കെ ഞാൻ പോയി ഒരു കമൻറ്റ് അങ്ങ് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇനി വരികയാണ് ചെയ്യുന്നത്. പക്ഷെ നിനക്ക് ഞാൻ കമൻറ്റ് ഇടാൻ നോക്കിയപ്പോൾ നീ കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചിരിക്കുന്നു. പവർ പ്ലേ ആണോ? അറ്റ്ലീസ്റ്റ് നീ എന്ത് ചെയ്യണമെന്ന് സബ്സ്ക്രൈബർ ഓപ്പൺ ആക്കി വെച്ചാൽ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് നിൻ്റെ അടുത്തൊരു കമൻറ്റ് ഇട്ടിട്ട് വന്നേനെ. പിന്നെ വേറെന്തുവാ അവർ പറയുന്നു? താഷയുടെ 3 മക്കൾ 3 ഭർത്താക്കന്മാരെ കൊന്നിട്ട് ടാട്ടാണെന്ന്. ആടി, എനിക്ക് 3 കെട്ടിയന്മാരുണ്ട്. കാരണം എനിക്ക് പാവിരിച്ചെന്ന് നീയല്ലായിരുന്നോ? പാല് കൊണ്ട് തന്നത് നീയായിരുന്നു. അങ്ങനെ പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ പ്രോഗ്രാം നടക്കുന്നതിന് ശേഷമുള്ള എല്ലാ പരിപാടികൾക്കും നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. 3 കെട്ടിയന്മാരും നിന്നെയും ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതും നീ നുണയെന്ന് പറയരുത്. എന്തെന്ന് ടാറ്റ ഒരു കുഴുമ്പിനിയായ എന്നെ എന്തൊക്കെയാണ് പഴഞ്ഞിടുന്നറിയാമോ? എന്നെ എന്തെല്ലാം പഴഞ്ഞെന്നറിയാമോ? ആണോ? നീ പറഞ്ഞില്ല? എൻ്റെ മകനെ വെച്ച് നീ പറഞ്ഞില്ല? അവർ പറഞ്ഞെന്നു. അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ല, എന്നെ പറഞ്ഞു, അതുകൊണ്ട് നിനക്ക് പറയാമെന്ന്. ഞാനും ഇതിനിൽ ചോദിക്കുന്നത്, നിന്നെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടല്ലോ, നിന്റെ മൂത്ത മരുമകനുമായിട്ട് നിനക്കെന്തോ ലിങ്ക് ഉണ്ടെന്ന്. നാട്ടുകാരും അല്ല, നീ തന്നെ പറഞ്ഞില്ലേ നിന്റെ മൂത്ത മരുമകൻ നിന്നെ കയറി പിടിച്ചെന്ന്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, മോക്കും അമ്മയ്ക്കും ഒരു കെട്ടിയവനാവുന്ന നല്ലതാ. ഇതുപോലൊരു ബംഗുസ്ഥാനിയുടെ കൂടെ ഇരിക്കുന്നതിനെ കണ്ടിട്ട് ചെറുപ്പക്കാരെ ഒരുത്തനെ നോക്കി വെള്ളം ഉറക്കുന്ന ഒരു കുഴപ്പമില്ലടി. ഒരു തെറ്റുമില്ല, ഞാൻ തെറ്റൊന്നും പറയത്തില്ല. നിനക്ക് അങ്ങനെയാണല്ലോ. ആ ചെറുക്ക് എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ച് ആ പെണ്ണിന് കൊടുക്കുമ്പോൾ നിനക്ക് ഒരിളക്കം ഒരു വെള്ളമാണ്. അതേപോലെ തന്നെയാണ് ആ ചെറുക്കൻ ഇച്ചിരി ഒന്ന് പിടിച്ചണക്കി ഒരു ഉമ്മ ആ മോളെ കൊടുക്കുമ്പോൾ ഉടനെ ഇവിടെ കിടന്ന് തുള്ളി കുതിക്കുന്നതാണ്. എന്തൊരു ഇളക്കാടി എനക്ക്, എന്തൊരു ഇളക്കാടി. വയസ്സാം കാലത്ത് എന്തുവാടി നീ കാണിച്ചിനെ? കുതന്ത്രം കൊണ്ട് ഇങ്ങോട്ട് തള്ളല്ലേ. നാട്ടുകാർ മുഴുക്കെ എന്തൊക്കെയോ പറയണമെന്ന്. എടി ആ സമയത്ത് ആ കൊച്ചിനെ പറഞ്ഞപ്പോൾ ഞാനെത്തി സ്പീഡിൽ 2 പറഞ്ഞു കൂടുതൽ. അത് ഞാൻ സമ്മതിച്ചു. എൻ്റെ നാക്ക് പിഴച്ചു. 2 എക്സ്ട്രാ ഡോസ് ഞാൻ കൊടുത്തു. അത് ഞാൻ അതിനകത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വേർഡിങ്ങിന്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ഉറച്ചിരിക്കുന്നുണ്ട്. ഈ തുണി ഉരി ടീം, പാൽക്കുപ്പി ടീമുകൾ അവിടെ ഇരുന്ന് കരയേ ഉള്ളൂ. അത് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സാംസ്കാരിക ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും എന്തു കുന്തോന്ന് പറഞ്ഞാലും തുണി ഊരി കാണിക്കുന്ന ഫാഷൻ സാധനത്തിന് ഞാൻ എതിർക്കുന്നുണ്ട്. അതിന് അവർ പറയണത് അവരുടെ അഭിപ്രായം, ഞാൻ പറയണത് എൻ്റെ അഭിപ്രായം. അതിനെ കോക്കറി കാണിച്ചുകൊണ്ട് അവൾ ഇനി തുണി ഊരിക്കൊണ്ട് വന്നാൽ ബാക്കിയുള്ളവർക്കറിയാം അതെന്ത് ചെയ്യണമെന്ന്. ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോയിന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്ത കുറേ ഫെമിനിച്ചികൾ എന്ന് പേര് കേട്ട കുറേ വൾഗർ പാൽക്കുപ്പികൾ ഇൻസ്റ്റയിലുണ്ട്. അവരവിടെ കിടന്ന് മോങ്ങിക്കോട്ടെ, വേണ്ടാന്നാരും വിലക്കുന്ന്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഞാൻ മാക്സിമം മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെ പറഞ്ഞവർക്ക് എല്ലാവർക്കും പോയി ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നിടത്തൊക്കെ ഞാൻ കവറപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മറുപടിയുണ്ട്, ഞാൻ മറുപടി പറയും. നിനക്ക് പക്ഷേ എന്ത് യോഗ്യതയാണ് അത് പറയാനുള്ളത്? രണ്ടാമതൊരു കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് സോപ്പിട്ട് കല്യാണമൊക്കെ ഫിക്സാക്കി വെച്ചിട്ട് അവസാനം ആ കുടുംബം തലത്തുരുവമാക്കാൻ വേണ്ടിയിട്ട് പച്ച അപരാധം സ്വന്തം മകളെ പറ്റി പബ്ലിക്കിൽ വന്ന് പറഞ്ഞ വൃത്തികെട്ട നീയാണ് എന്നെ പഠിപ്പിക്കുന്നത്.
ഞാനും മകനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞതിനെ എടുത്തുകൊണ്ട് വരരുത്. നീയാണ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ല നീയും നിൻ്റെ മരുമോനും തമ്മിൽ ഊക്കലുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടുമില്ല. നീയാണ് പറഞ്ഞത് ഞാനും എൻ്റെ മരുമോനും തമ്മിൽ നല്ല ഊക്കലാണെന്ന്. അവ എന്നെ അവിടെ കയറി പിടിച്ച് ഇവിടെ കയറി പിടിച്ച് എന്നൊക്കെ പറഞ്ഞത് നീയാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയം നീയാ പറഞ്ഞേ, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, അങ്ങനെ ഒരുപാട് പേര് നിൻ്റെ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ ഒരുപാട് പേര് നിന്നെപ്പറ്റി വളരെ മോശമായിട്ടാണ് പറയണത്, വളരെ വൃത്തികെട്ട രീതിയിലാണ്. അതൊക്കെ ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ നീ ഏറ്റു തരുമോ? ഒരു വെങ്കു കൂടെ ഉണ്ട്, അവനെ പറഞ്ഞ് വല്ല കൂലിപ്പണിക്കും വിടാതെ അവനെയും പിടിച്ചിട്ട് എന്ന് പറയുന്നതാണോ മിടുക്ക്? അതിനെയാണോ നീ പറയുന്ന ഒരു പ്രത്യേകതര സംഗതി? ആ താത്തായ എല്ലാവരും കൂടെ പറഞ്ഞു, താത്തായ എന്ന ഞാനും കൂടെ പറയും. ദുബായിൽ അങ്ങണ്ട ജയിലിലായിരുന്നു, ദുബായിൽ എന്താ പിമ്പിങ് എന്ന്. നിന്റെ 2 പെമ്മക്കളെയുമായിരുന്നു ഞാനിവിടെ കുട്ടി കൊടുത്തോണ്ടിരുന്നത്. ആസ്ഥാന സാധനമായിരുന്നു നിന്റെ മൂത്ത മോള്. അത് പിന്നെ നിന്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കി നിന്റെ മോളുടെ ക്വാളിറ്റി എന്താന്ന്. എന്താ മിടുക്കത്തിന്നറിയാമോ? ഇത്രയും ദിവസം, അതും 8ഓളം വർഷം ഒരു ചെറുക്കനെ ഊറ്റി വലിച്ച് അവൻ്റെ കയ്യിരിക്കുന്ന മുഴുവൻ പണവും വാങ്ങിച്ച് നിനക്ക് നിന്റെ ബാക്കിയുള്ള കുഞ്ഞുകുട്ടി പരാധീനങ്ങൾക്ക് തിന്നാൻ തരിക മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ പ്രോഗ്രാം നടത്താൻ ഒരുത്തനെ വീട്ടിൽ തന്നെ വെച്ച് അവസാനം അവൻ്റെ തോളി തൂങ്ങി. ഇപ്പം 2ാമത്തെ കൊച്ച് ഗർഭിണിയായപ്പം അവൾക്ക് കൂടുതൽ വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കേറി ഞാൻ ഗർഭിണിയാണെന്നൊരു കള്ളത്തരവും കൊണ്ടുവന്ന് ഈ ഡ്രാമയൊക്കെ കാണിക്കുന്ന ആബിൾ കിഡിലോസ്കിയാടി. ഞാൻ നിൻ്റെ മകളെ പറയണതിൽ എനിക്ക് വിഷമമൊന്നും തോന്നണ്ട കേട്ടോ. നീ നിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് റെക്ടിഫൈ ചെയ്യും, നന്നാക്കാൻ നോക്ക്, ശരിയാക്കാൻ നോക്ക്, എന്നിട്ട് എൻ്റെ തലയിലോട്ട് കയറാൻ വന്നാൽ മതി. എനിക്ക് കിട്ടിയ ക്രിറ്റിസിസം ഞാൻ അർഹിക്കുന്നത് തന്നെയാണ്. കാരണം ആ കുട്ടീനെ പറഞ്ഞ സമയത്ത് എൻ്റെ വേർഡ്സ് കുറച്ച് ഹാഷായിരുന്നു. ആ ഹാഷായ ആ വേർഡ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്കാകേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് പോയത് തന്നെയാണ്, സമ്മതിച്ചല്ലോ. അതിനുശേഷം 3 വീഡിയോ ഇട്ടിട്ട് അവർക്ക് മനസ്സിലാകാത്തത് അത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അടിയാണ്. അതെനിക്ക് മനസ്സിലായി. കാരണം ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ എന്നെ എങ്ങനെയെല്ലാം കുത്താം എന്നിങ്ങനെ കാത്തിരിക്കുന്ന മന്ദബുദ്ധികൾക്ക് ഇന്നാ കിട്ടിയ ഒരു സാധനമാണത്. അതുകൊണ്ട് അവർ നന്നായിട്ട് അതങ്ങോട്ട് എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നു. അവർ പറയട്ടെന്ന്, അവർക്കെന്താ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അവർ പറയട്ടെ. തള്ളയെന്നും മുതുക്കിയെന്നും കിളവിയെന്നൊക്കെ പറയുന്ന ഇവറ്റകളൊന്നും അതാകാതിരുന്നാൽ മതി. ഇവരൊക്കെ എന്നും ഇങ്ങനെ നിത്യ കല്യാണി യുഗമായിട്ട് അവിടെ ഇരിക്കണം എല്ലാവരും. ഞാൻ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ആനന്ദവും ചെയ്തിട്ടുണ്ട്, മിടുക്കൻ, താങ്ക് യൂടാ. നീയും ചെയ്യണമെന്നാണ്. നീ എന്താ മിണ്ടായിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. നീ ചെയ്യാൻ ബാക്കിയുള്ള എനിക്കൊന്ന് ദേവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൂടെ ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ നാളെ പിറ്റേന്ന് ഇത് മാറ്റി പറയരുത്. ഇത് മാറ്റി പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെ ഞാൻ എടുത്ത് വെച്ച് അങ്ങ് അലക്കും, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് എങ്ങനത്തെ ഉള്ള ആ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആ അഭിപ്രായം എനിക്കും ഉണ്ട്. ഇത് മാറ്റി പറയരുത്. കാരണം അപ്പുറത്തൊരാൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഏത് നാഗസൈരന്ധ്രിയുടെ സാധനമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്ത് നിൽപ്പുണ്ട്. കാണിക്കട്ടെ. പിന്നെ ഞാൻ ചെയ്യുന്ന ആക്ഷനും കൂടെ നോക്കിക്കണം. വെറുതെ വിടുവായത്തം പറയുന്ന വ്യക്തിയല്ല. ഇവരുടെ ചാനൽ പൂട്ടണോ, ഇവരുടെ ചാനൽ ഊട്ടണം. നിൻ്റെ ചാനൽ എന്തിനു വെച്ചിരിക്കുന്നത്? എടി നിൻ്റെ ചാനൽ എന്തിനീ? അതിനകത്ത് നിന്ന് എന്തൊരു തൊണ്ണയാണ് കിട്ടുന്നത്? ചാമ്പാറുണ്ടാകുന്നത്. അത് നിൻ്റെ വെങ്കു മാപ്പിളയ്ക്ക് അപ്പോഴപ്പോഴാണ് തൊലിച്ചു കൊടുക്കുന്നത്. അതാണ് നിൻ്റെ ചാനലിൽ കൊണ്ട് എന്താണ് നീ അട്ടമാക്കണത്? സ്വന്തം പെമ്മക്കളെ തെറി പറയണതാ, സ്വന്തം പെമ്മക്കളെ പറ്റി പരമമോശം പറയണതാ. എടി പുഴുത്തോളെ, നീ എൻ്റെ വായെന്ന് കേൾക്കരുത്. പന്നഡാശ് മോളെ, ഈ വഴിക്ക് നീ വരരുത്. പറഞ്ഞേ, പാച്ചയ്ക്ക് ഞാനങ്ങ് തരും. പിന്നെ എൻ്റെ ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസിയെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജിൻ്റെ കറക്റ്റ്നെസ്സിനെ കുറിച്ചോ നീ വറീഡ് ആവണ്ട. നിന്നെ പോലെയുള്ള ഊളകൾക്ക് അങ്ങനത്തെ മറുപടിയെ തരാൻ പറ്റുള്ളൂ. നീ വെറും കൂറയാണ്, വെറും കുക്കൂറയാണ്. അതുകൊണ്ടാണ് അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഏറ്റവും വൾഗറായി പറയുകയും നിൻ്റെ വെങ്കു എന്ന് പറയുന്ന ആ കൂടെ ഇരിക്കുന്ന വെങ്കു അവൻ്റെ അമ്മയ്ക്കൊപ്പം ഉറങ്ങിയത് കൊണ്ടാണ് അത് ആസ്വദിച്ച് പ്രോത്സാഹനം തന്നതും. എൻ്റെ മകൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞാൽ എൻ്റെ മകൻ വിലക്കുമ്മ അങ്ങനെ പറയില്ലെന്ന് തന്നെ പറയും. എന്തുകൊണ്ടെന്നറിയാമോ? അവൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പക്ഷേ നിൻ്റെ വെങ്കു കെട്ടിയവനിക്ക് അയാളുടെ തള്ളയുമായിട്ട് അങ്ങനെ ഒരു അഫെയർ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മകൻ്റെ ഒപ്പം ചേർത്ത് പച്ചപ്പൂക്കർത്തരം നീ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ട് നീ പറഞ്ഞു, എന്നെ അങ്ങനെ അവർ പറഞ്ഞു. അത് ഞാൻ വിഷമത്തോടെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ അവരങ്ങനെ പറയുന്നുണ്ട്, ജയിക്കാൻ വേണ്ടി പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ നിനക്കത് കൊള്ളാമെന്ന് തോന്നി, നീ അതെടുത്ത് വെച്ച് പറഞ്ഞു. അപ്പോൾ നിൻ്റെ അടുത്ത് ഞാൻ തിരിച്ചു ചോദിച്ച ചോദ്യം അതാണ്, നീ വളർത്തിക്കൊണ്ടുവരുന്ന നിൻ്റെ ആൺ ചെറുക്കനെ നിനക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റിലുണ്ടോ? പിന്നെ ബാക്കിയുള്ളവരെ കണക്ക് പൊതിഞ്ഞ് പിടിച്ച് പിന്നെ തീട്ട കടലാസിലല്ല, മിഠായി കടലാസ് തീട്ടം പൊതിഞ്ഞ് തരുന്ന കണക്ക് തരാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പക്ക അത് തന്നെ ചോദിക്കും. എൻ്റെ മകനെ ചേർത്ത് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മകൻ്റെ ഒപ്പം നിനക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് കേട്ട് ഇളിച്ചുകൊണ്ട് നിൻ്റെ അടുത്തിരുന്ന വെങ്കുവിന് അങ്ങനെ ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എന്നടി. അത് വെച്ചിട്ട് എന്നെ നീ കമൻറ്റ് ബോക്സ് തുറന്നു വയ്ക്കും, ബാക്കി ഞങ്ങൾ നോക്കിയോട്ട്. ഞങ്ങൾ അങ്ങോട്ട് വരാം,
ഒരു ബറ്റാലിയൻ അങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ്. പിന്നെ നീ ഇത് ഇട്ടതിന് എല്ലാ പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇപ്പം വരുന്ന അവിടെ എല്ലാം കൊണ്ടുപോയി പിൻ ചെയ്ത് വെച്ചാൽ ഒരു പക്ഷേ അവർ വരും. പക്ഷേ നീ ഫോട്ടോ വെച്ചാൽ ഞാൻ സ്ട്രൈക്ക് തരും. അതാണ് ഇപ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചാൽ നീ സ്ട്രൈക്ക് തരും. എൻ്റെ പേരെഴുതി വെച്ചാൽ നിനക്ക് സ്ട്രൈക്ക് തരും. അത് ഉറപ്പിച്ച കാര്യമാണ്. എന്തുകൊണ്ടെന്നറിയാമോ? കുറച്ചും ചില്ലറയൊന്നുമല്ല നിൻ്റെ അഹങ്കാരം. കൂട്ടി കൊടുത്തെന്ന എടി നിൻ്റെ 2 പെമ്മക്കളായിരുന്നു ഞാൻ കൂട്ടി കൊടുക്കുമ്പോൾ അവിടുത്തെ മെയിൻ ആയിരുന്ന ആളുകൾ. 2 എണ്ണം മെയിൻ ആയിരുന്നു. നല്ല കാശ് സമ്പാദിച്ച് തന്നായിരുന്നു. പറഞ്ഞില്ലേ പെൺപിള്ളേർ ചോദിച്ചു നോക്ക്. 2 എണ്ണത്തിനെ ഞാൻ അവിടെ കൂട്ടി കൊടുക്കുകയായിരുന്നു. ഞാൻ എവിടെയെങ്കിലും കൂട്ടി കൊടുത്തിട്ടുണ്ടെന്ന് നീ പറയുകയാണെങ്കിൽ നിൻ്റെ പെമ്മക്കളെയാണ് ഞാൻ കൂട്ടി കൊടുത്തത്. നിന്നെയും കൂട്ടി കൊടുത്തിട്ടുണ്ട്. പോരെ? നീ പറഞ്ഞ എന്താണോ അത് ഞാൻ നിനക്ക് അങ്ങോട്ട് തന്നിരിക്കുന്നു. ഇതാരാണെന്ന് വിചാരിച്ചിട്ട് ആർക്കും കൺഫ്യൂഷൻ വേണ്ട. ആളുകൾക്ക് മനസ്സിലായി. പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.